ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെദർ കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് അഗ്ലോണിമയുടെ കോംബോകളായിട്ടാണ് കേട്ടോ. 4 കോംബോയാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. 430 ആണ് കോംബോയുടെ റേറ്റ് വരുന്നത്. നമ്മൾ ഇത്തവണ വെച്ചിട്ടുള്ളത് മാക്സിമം എല്ലാതും വലിയ പ്ലാന്റുകളാണ് കേട്ടോ. അതായത് നല്ല വലിപ്പമുള്ള പ്ലാന്റ്സാണ് ഈ തവണ നമ്മൾ കോംബോയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അത്യാവശ്യം പ്ലാന്റിന് വേണ്ട മെച്ചൂർഡായുള്ള പ്ലാന്റുകളാണ് കേട്ടോ. സീലിങ്ങോ മീഡിയം സൈസ് പ്ലാന്റ്സോ നമ്മൾ ഈ തവണ അവൈലബിൾ ആക്കിയിട്ടില്ല. അപ്പോൾ 430 ആണ് കോംബോയുടെ റേറ്റ്. CC സെപ്പറേറ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നിടുന്ന ഈ കോംബോയുടെ കൊറിയർ വന്നിട്ട് നാളെയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഓർഡറുകളൊക്കെ നാളെയാണ് നമ്മൾ അയക്കുന്നത്. വെൻസ്ഡേ ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ കോംബോകളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റത്തെ കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിനകത്ത് വരുന്നത് അഗ്ലോണിമ കോബ്രയുടെ ഒരു മദർ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ്, നല്ല മദറായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ കോംബോ പെയർ വരുന്നത് ഇതാണ് കേട്ടോ. മിൽക്കി വൈറ്റിൻ്റെ അല്ലെങ്കിൽ അജുമാനി വൈറ്റിൻ്റെ പ്ലാന്റ് കേട്ടോ. നല്ല ഫ്ലവറൊക്കെ വന്നിട്ടുള്ള നല്ലൊരു പ്ലാന്റ്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കോംബോ വരുന്നത്. ഇത് ഒറ്റ സെറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ, എക്സ്ട്രാ തരാനായിട്ടില്ല കേട്ടോ. കാരണം കോബ്രയുടെ മദർ പ്ലാന്റ് ഓൾമോസ്റ്റ് നമുക്ക് കുറേ സെയിലായി. ഇനി ഞാനിവിടെ എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന പ്ലാന്റേ ഉള്ളൂ, പക്ഷേ അത് ഞാൻ കൊടുക്കണില്ല, കാരണം അതൊക്കെ ഷൂട്ട്സ് വരുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ ഈ ഒരു ഒറ്റ സെറ്റ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. CC സെപ്പറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ പിന്നെ സെക്കൻഡ് കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഈ ഒരു കോംബോയ്ക്കകത്ത് നമുക്ക് വരുന്നത് റെഡ് സ്റ്റാർ ഡസ്റ്റ് ഇല്ലേ, അതിൻ്റെ ഒരു പ്ലാന്റാണിത്. അത്യാവശ്യം നല്ല വലിപ്പം, അത്യാവശ്യം വേണ്ട ഒരു വലിപ്പം ഉണ്ട് കേട്ടോ. തീരെ ചെറിയ പ്ലാന്റ് ഒന്നല്ല, നല്ല കളറുണ്ട് കേട്ടോ. നല്ല കളർ വന്നിട്ടുള്ള പ്ലാന്റാണ്. ഇനിയും കളർ വരും തോന്നുന്നു കണ്ടിട്ട്. നന്നായി റെഡിഷ് കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ റെഡ് സ്റ്റാർ ഡസ്റ്റിൻ്റെ ഒരു പ്ലാന്റും, പിന്നെ അതുപോലെ തന്നെ ഒന്നും നനച്ചിട്ടില്ല. കാറ്റ് കാരണം ഡെയിലി നനയ്ക്കേണ്ട അവസ്ഥ. ഇപ്പോൾ രാവിലെ നനച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇത് ഡ്രൈ ആവും. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് സ്പാർക്ലിങ്ങിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റ് വരുന്നത് ഇതും മദറായിട്ടുള്ള പ്ലാന്റാണ്. ഇതേ കണ്ടില്ലേ കട, മദറായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് കോംബോ വന്നിട്ട് സെയിം റേറ്റ് തന്നെ 430, CC സെപ്പറേറ്റ് ആണ് കേട്ടോ. പിന്നെ തേർഡ് കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിനകത്ത് വരുന്നത് നമുക്ക് ഇത് വന്നിട്ട് സൂപ്പർ വൈറ്റിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, സൂപ്പർ വൈറ്റിൻ്റെ ഒരു പ്ലാന്റ്. പിന്നെ നമുക്കിതിനകത്ത് വരുന്നത് വിദൂരിയാണ് കേട്ടോ. അത് വിദൂരി ഇതേ കണ്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ. വിദൂരി തീരെ ചെറുതൊന്നല്ല. വിദൂരിക്ക് അത്യാവശ്യം വേണ്ട സൈസ് ഇതിനുണ്ട് കേട്ടോ. പിന്നെ വിദൂരി കുറച്ച് ശ്രദ്ധിക്കേണ്ട പ്ലാന്റാണ് കേട്ടോ. അതായത് അധികം വെള്ളം പാടില്ല വിദൂരിക്ക്. ഇതിപ്പോൾ കണ്ടോ ഡ്രൈ ആയിട്ടിരിക്കണം, ഉണങ്ങി വരണ്ടിട്ട് ഇതേപോലെ തന്നെ ഉണങ്ങി വരണ്ടിരിക്കണം. വെള്ളം ഒരു തുണ്ട് കൂടി കഴിഞ്ഞാൽ അപ്പം ഒഴുകും വിദൂരി. കാരണം എനിക്കാണെങ്കിലും വെള്ളം ഒരു തുണ്ട്, കാരണം എനിക്ക് നനയ്ക്കുമ്പോൾ ഞാൻ എല്ലാ ചെടികളും കൂടി ഒരുമിച്ച് നനയ്ക്കും. നമുക്ക് ഓരോന്ന് നോക്കി നനയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ നനയ്ക്കുമ്പോൾ വെള്ളത്തിൽ കൂടി കഴിഞ്ഞാൽ അപ്പം വിദൂരി അഴുകി തുടങ്ങും. അപ്പോൾ നന്നായി വെള്ളം കുറവ് വേണം. പിന്നെ അതുപോലെ വിദൂരിയൊക്കെ വാങ്ങുന്നവർ കുറച്ച് ഔട്ട്ഡോറായിട്ട് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എങ്ങാനും വല്ല പ്രശ്നങ്ങളൊക്കെ വരാണെങ്കിൽ തന്നെ വെയിലുണ്ടെങ്കിൽ അത് വെയിലത്ത് നന്നായി വെയിൽ കൊള്ളുന്ന രീതിയിൽ വെക്കുകയാണെങ്കിൽ കംപ്ലയിൻറ്റ്സ് കുറയും. മിക്ക പ്ലാന്റ്സും എങ്ങനെയാണ്, എന്നാലും വിദൂരിക്ക് ഓൾമോസ്റ്റ് പ്രത്യേകിച്ച് അങ്ങനെ. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് കോംബോ വന്നിട്ട്. പിന്നെ നമ്മുടെ ലാസ്റ്റത്തെ കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിനകത്ത് വരുന്നത് ഡയമണ്ട് പിങ്കിൻ്റെ വലിയൊരു പ്ലാന്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല സൈസുണ്ട്. ഇത് വന്നിട്ട് നമുക്ക് എന്താ പറയുക, മാക്സിമം വലിപ്പമുണ്ട് കേട്ടോ. ഡയമണ്ട് പിങ്കിൻ്റെ മാക്സിമം സൈസുള്ള പ്ലാന്റാണ് കേട്ടോ. അതേ കണ്ടില്ലേ. പിന്നെ ഇതിൻ്റെ കൂടെ കോംബോ വരുന്നത് റോസ് ഗ്രീൻ്റെ ഒരു വലിയ പ്ലാന്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്, കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോംബോകൾ വരുന്നത്. 4 കോംബോയാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് തരുമെന്ന് ചോദിക്കരുത്. കാരണം അങ്ങനെ നമ്മൾ തരുമ്പോൾ ഈ റേറ്റിൽ നിൽക്കില്ല. റേറ്റ് ഒന്നും കൂടി വ്യത്യാസം വരും അങ്ങനെ തരുമ്പോൾ. കാരണം പല വെറൈറ്റികൾക്കും പല റേറ്റാണ്. നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കോംബോ ആക്കണത്. അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിന് അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ റേറ്റിൽ ചേഞ്ച് വരും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. CC സെപ്പറേറ്റ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ കൊറിയർ വന്നിട്ട് DTDC ആണ്. DTDC മാത്രമേ നമുക്ക് കൊറിയർ സർവീസ് ഉള്ളൂ കേട്ടോ.